പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 13 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും,
എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ട എന്താണെന്നറിയാമോ? ധൂർത്തപ്പുത്രൻ്റെ പുനർവായന തുടരുകയാണ്. നമ്മൾ ഇന്നലെ കണ്ടത് എന്താണെന്നറിയാമോ? അതായത് അപ്പം പറയണ വാക്കാണ്. എന്താണ്? എൻ്റെ മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. പിന്നെ എന്തൊരു വാക്ക് അപ്പം പറയേ? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അപ്പം എന്നോട് കൂടെ നിങ്ങളും എന്നോടുകൂടി ഇരുന്നു കൊണ്ട് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞില്ല ഈശോ പറഞ്ഞില്ലേ? അത് നിത്യത വരെ ഓഹരിയാക്കുമെന്നാണ് പറയണത്. അതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. എന്താണ്? നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ദൈവം നോക്കുന്നതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്കത് കിട്ടിയ ഇത് കിട്ടിയ എന്നല്ല നോക്കണത്, മറിച്ച് നിത്യത വരെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ദൈവം എന്ത് തരുമ്പോഴും എപ്പോഴും ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടാകണം. അവസാനം വരെ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ താല്പര്യം. ദൈവ താല്പര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ദൈവ താല്പര്യത്തിനെതിരെയായിട്ട് ദൈവം ചെയ്യത്തില്ലല്ലോ. ദൈവത്തിൻ്റെ കൂടെ നമുക്ക് എന്ത് തന്നാലും നാളെ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവത്തില്ലെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ ആ അനുഗ്രഹം തരുമോ? അപ്പം ചില അനുഗ്രഹങ്ങൾ തരാതിരിക്കുമ്പോൾ തരാത്ത അനുഗ്രഹത്തിന് വേണ്ടി നന്ദി പറയണം. ധൂർത്തപുത്രന് ചോദിച്ചപ്പോൾ തന്നെ കൊടുത്ത കണ്ടില്ലേ? കാര്യം കൊടുക്കാതിന് കാര്യമില്ല. അവൻ കൊടുത്തില്ലെങ്കിലും പോവും, കൊടുത്താലും പോവും. ധൂർത്തപുത്രൻ്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ് എന്താണ്? അവൻ കൊടുത്തില്ലേലും പോകും, കൊടുത്താലും പോകും. അവൻ്റെ മനസ്സിരിപ്പ് അപ്പനല്ല, അപ്പൻ്റെ കൂടെ ജീവിക്കണമെന്നല്ല. യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം എന്താ? തന്നാലും തന്നില്ലേലും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന്. അതാണ് മൂത്ത മകൻ. എൻ്റെ മകനെ, എപ്പോഴും നീ എന്നോടുകൂടെ ഉണ്ടല്ലോ. എന്താണ് എന്ന് അപ്പനെല്ലാം പറയുന്നുണ്ട്. നോക്കിയേ, ആ ആ ഇളയ മകൻ വന്നിട്ട് ഒരു അക്ഷരം മിണ്ടാത്ത അപ്പനാണേ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ ഇളയ മകൻ വന്നിട്ടേ അവനെന്തെല്ലാം എൻ്റെ അപ്പനെതിരെ ഞാൻ പാപം ചെയ്തു, സ്വർഗത്തിനെതിരെ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല, ദാസനായ കാണാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പനവനെ കെട്ടിപ്പിടിച്ച സത്യമാണ്. പക്ഷെ വിളിച്ചൊരു വാക്ക് പറയണമല്ല. അന്ന് നാവിറങ്ങിപ്പോയ അപ്പൻ ഇപ്പം ഈ ഇളയ മൂത്ത മകൻ, അവൻ്റെ സ്വന്തം രക്തം പോണ പോലെ പോയ അവൻ കനപ്പിച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ സംസാരിക്കാൻ തുടങ്ങി. കണ്ടല്ലേ എന്തെല്ലാം സംസാരിച്ചത്? എൻ്റെ മകനെ, എപ്പോഴും നീ എന്നോട് കൂടെ ഉണ്ടല്ലോ. പിന്നെ ഒരു വാക്ക് പറഞ്ഞ്, ഏത് കൊടുത്ത കാളക്കുട്ടി കൊടുത്ത് കൊന്നാലും, ഏത് മോതിരം കൊടുത്താലും, ഏത് ചെരുപ്പ് കൊടുത്താലും നിനക്കുള്ളത് നിനക്ക് തരുമെന്നല്ല പറഞ്ഞത്, എനിക്കുള്ളതെല്ലാം നിനക്ക് തരുന്ന. കർത്താവിൻ്റെ കഥ എന്തും ബാലൻസ്ഡ് ആണെന്ന് അറിയാമോ? ദൈവം ഒരിക്കലും അനീതി ചെയ്യത്തില്ല. അത് എപ്പോഴും ഓർത്തേക്കണം. ഇന്ന് കൈ കിട്ടണില്ലെന്നേ ഉള്ളൂ, നാളെ വരപ്രസാദമായി ദൈവത്തെ തന്നെയായിട്ട് നമ്മുടെ കയ്യിലേക്ക് അവൻ അത് അമർത്തിക്കുരുക്കി നിറച്ചളന്ന് കൃപയവൻ നിന്റെ മടിയിലോട്ട് ചെയ്യും. അപ്പോൾ അതിന് പ്രത്യാശയോടെ ജീവിക്കാൻ മുൻപുകാലം നമ്മളെ സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.